RSS ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായെന്ന് വെളിപ്പെടുത്തിയ ശേഷം കോട്ടയം സ്വദേശിയായ യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതിയെ ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. കാഞ്ഞിരപ്പള്ളി കപ്പാട് സ്വദേശിയും RSS പ്രവർത്തകനുമായ നിതീഷ് മുരളീധരനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കേസെടുത്തിരുന്നു. പക്ഷേ ഇതുവരെ അറസ്റ്റിലേക്ക് നയിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ കേസ് കോട്ടയം പൊൻകുന്നം പോലീസിന് കൈമാറിയെന്നാണ് തമ്പാനൂർ പോലീസിന്റെ പ്രതികരണം. എന്നാൽ കേസ് കൈമാറി ലഭിച്ചിട്ടില്ല എന്നാണ് പൊൻകുന്നം പോലീസ് പറയുന്നത്. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ്, അതിൽ ഇതുവരെയും പ്രതിയിലേക്ക് പോലും പോലീസ് എത്തുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഇതിപ്പോൾ തമ്പാനൂർ പോലീസ് എടുത്ത കേസ് പൊൻകുന്നം പോലീസിന് കൈമാറി എന്നാൽ ലഭിച്ചിട്ടില്ലെന്ന് ഇവിടെ പറയുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇതുവരെ പ്രതിയിലേക്ക് എത്തുന്നില്ല? ജിൽസി, നൌഫൽ, പോലീസിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഈ കേസിലെ പോലീസിന്റെ ഒത്തുകളി വ്യക്തമാകും. എന്തായാലും ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച കേസായിരുന്നു ഈ കോട്ടയം എലിക്കുളം സ്വദേശിയായ യുവാവിന്റെ വെളിപ്പെടുത്തലും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ മരണവും. വീഡിയോ ദൃശ്യം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ പീഡന വിവരവും ചെറുപ്പകാലം മുതൽ RSS ശാഖയിൽ പീഡനമേറ്റെന്നുള്ള വിവരവും യുവാവ് വെളിപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFIയും യൂത്ത് കോൺഗ്രസുമാണ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ കേസ് തമ്പാനൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തമ്പാനൂരിലെ ഒരു ലോഡ്ജിലായിരുന്നു ഇയാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യം പോലീസ് നിയമോപദേശം തേടി. എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാവില്ല എന്നതായിരുന്നു പോലീസിന് ലഭിച്ച നിയമോപദേശം. അതേസമയം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് RSS പ്രവർത്തകനായ കപ്പാട് സ്വദേശി നിതീഷ് മുരളീധരനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തമ്പാനൂർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ 2 ആഴ്ച പിന്നിട്ടിട്ടും ഈ പ്രതി ഒളിവിലാണ് എന്നുള്ള വിശദീകരണമാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് ആരാണ് അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യത്തിലും പോലീസ് വ്യക്തത തരുന്നില്ല. തമ്പാനൂർ പോലീസ് പറയുന്നത് കേസ് കോട്ടയം പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി എന്നതാണ്. എന്നാൽ പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വരെ ഇത് സംബന്ധിച്ച് FIR ഇട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ അവിടെ നിന്നും കേസ് രജിസ്റ്റർ ചെയ്ത് ലഭിച്ചിട്ടുമില്ല. ഇതാണ് തന്നെയാണ് പോലീസ് ഈ കാര്യത്തിൽ കാണിക്കുന്ന ഉദാസീനത വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും നേരത്തെ പ്രിയങ്ക ഗാന്ധി അടക്കം ട്വിറ്ററിൽ ഈ വിഷയം പങ്കുവച്ചതോ ആണ് വലിയ രീതിയിൽ ഈ വിഷയം ദേശീയ തലത്തിൽ പോലും രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാകുകയും ചെയ്തത്. കൂടാതെ പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് കേസന്വേഷണത്തിൽ കേസെടുക്കണം, അതോടൊപ്പം തന്നെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് DYFI യൂത്ത് കോൺഗ്രസും അടക്കം മാർച്ചും നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ പ്രതിഷേധങ്ങളും കെട്ടടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാനാണ് UDFന്റെ തീരുമാനം. ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തുന്നത് UDF ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസിൽ പോലീസും അതോടൊപ്പം തന്നെ RSS ഒത്തുകളിക്കുകയാണ്, സർക്കാരും RSS ഒത്തുകളിക്കുകയാണ്. പ്രതിയുടെ അറസ്റ്റ് വൈകുന്ന നടപടി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് UDFന്റെ നിലപാട്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രാദേശികമായും ഈ വിഷയം സംസ്ഥാന തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. എന്തായാലും ഈ കേസിൽ ഒരു കാര്യം വ്യക്തമാണ്, പോലീസ് ഇക്കാര്യത്തിൽ ഉദാസീനത തുടരുകയാണ്. പ്രതിയെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണമോ അറസ്റ്റ് നടപടികളിലേക്കോ കടക്കുന്നില്ല. നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പോലീസ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ആരാണ് എന്നത് പോലും പോലീസ് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി ആരാണ് പ്രതി എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോ, അദ്ദേഹം ഷെഡ്യൂൾ ചെയ്ത വീഡിയോ പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നു. ആ വീഡിയോയിലും അദ്ദേഹം കൃത്യമായി താൻ നേരിട്ട പീഡനത്തെക്കുറിച്ചും ആ പീഡനത്തിന് കാരണക്കാരനായ ആളെക്കുറിച്ചും കൃത്യമായി പറയുന്നു. പക്ഷേ പോലീസ് ഇതുവരെയും ആളുടെ അറസ്റ്റിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് അയച്ചു എന്ന് പറയുന്നു. അവിടെ നിന്ന് പോവുകയും ചെയ്തു, ഈ പൊൻകുന്നം സ്റ്റേഷനിൽ എത്തുകയും ചെയ്തിട്ടില്ല.